നമസ്കാരം, ഞാൻ മഞ്ജുഷ. പ്രധാന വാർത്തകൾ. ശബരിമലയിൽ ഭക്തജന തിരക്ക്, വെർച്വൽ ക്യൂ സംവിധാനം കാര്യക്ഷമം, എരുമേലിയിലും ഒരുക്കങ്ങൾ പൂർണ്ണം. പാലാ കരൂരിൽ മീനച്ചിൽ റബ്ബർ ഫാക്ടറിക്കെതിരെ പ്രതിഷേധം. പ്രദേശത്ത് ദുർഗന്ധം രൂക്ഷം, മലിനജലം ഒഴുക്കുന്നത് ജനവാസ മേഖലയിലേക്ക്. ആന്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം ആരോഗ്യത്തിന് ഭീഷണിയെന്ന് ആരോഗ്യവകുപ്പ്. ബോധവൽക്കരണ വാരാചരണത്തിന് കോട്ടയത്ത് തുടക്കം. വാർത്തകൾ വിശദമായി. മണ്ഡലകാല ആരംഭത്തിൽ തന്നെ ശബരിമലയിൽ തീർത്ഥാടകരുടെ തിരക്ക് വർദ്ധിച്ചു. 4 ദിവസങ്ങൾക്കുള്ളിൽ 2,26,923 തീർത്ഥാടകരാണ് സന്നിധാനത്തെത്തിയത്. വിർച്വൽ ക്യൂ സംവിധാനം കാര്യക്ഷമമായതിനാൽ ഭക്തർക്ക് സുഗമമായ ദർശനവും ലഭിക്കുന്നുണ്ട്. മണ്ഡലകാലം ആരംഭിച്ച് 4 ദിവസങ്ങൾ പിന്നിട്ടപ്പോഴേക്കും ശബരിമല സന്നിധാനത്ത് ദർശനത്തെത്തിയത് 2,26,923 അയ്യപ്പ ഭക്തരാണ്. വെർച്വൽ ക്യൂ സംവിധാനം കാര്യക്ഷമമായതിനാൽ സന്നിധാനത്തെത്തുന്ന ഭക്തർക്കെല്ലാം സുഗമമായ ദർശനവും ലഭിക്കുന്നുണ്ട്. നട തുറക്കുന്ന സമയത്ത് മാത്രമാണ് വലിയ നടപ്പന്തലിൽ തിരക്ക് അനുഭവപ്പെടുന്നത്. വെർച്വൽ ക്യൂ സംവിധാനത്തോടൊപ്പം 18 മണിക്കൂർ ദർശന സമയം നീട്ടിയതും തിരക്ക് കുറയ്ക്കാൻ കാരണമായി. നട അടഞ്ഞുകിടക്കുമ്പോഴും 18 പടി ചവിട്ടുവാനുള്ള സൗകര്യമാണ് നിലവിൽ ഒരുക്കിയിരിക്കുന്നത്. അതിനാൽ നടപ്പന്തലിൽ വലിയ തിരക്ക് അനുഭവപ്പെടില്ല. ഇങ്ങനെ പടി കയറിയെത്തുന്ന ഭക്തർക്ക് നട തുറന്നാലുടൻ വടക്കേ നട വഴി കയറി ദർശനം നടത്താനും കഴിയും. രാത്രി മല കയറിയെത്തുന്നവർക്ക് വിരിവെക്കാനുള്ള സൗകര്യവും സന്നിധാനത്ത് ഒരുക്കിയിട്ടുണ്ട്. തീർത്ഥാടകരുടെ നീണ്ട നിരയില്ലാത്തപ്പോൾ ഫ്ലൈ ഓവർ കയറാതെ നേരിട്ട് ദർശനം ഒരുക്കുകയാണ്. മണ്ഡലകാലത്ത് സന്നിധാനത്തെത്തുന്ന തീർത്ഥാടകർക്ക് ആവശ്യമായ എല്ലാ ഒരുക്കങ്ങളും വിവിധ വകുപ്പുകളുടെ ഏകോപനത്തിൽ പമ്പയും സന്നിധാനവും നടപ്പിലാക്കിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. മണ്ഡലകാലം ആരംഭിച്ച് ദിവസങ്ങൾ പിന്നിട്ടിട്ടും എരുമേലിയിൽ ശബരിമല തീർത്ഥാടകരുടെ തിരക്ക് കാണാനില്ല. വെർച്വൽ ക്യൂ സംവിധാനം വഴി ബുക്ക് ചെയ്ത ഭക്തരാണ് സന്നിധാനത്തെത്തുന്നത് എന്നതാണ് തിരക്ക് കുറയാൻ കാരണം. എരുമേലിയിൽ എത്തുന്ന ഭക്തർക്ക് വിരിവെക്കുന്നതിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും വലിയമ്പലത്തിലും മറ്റും ഒരുക്കിയിട്ടുണ്ട്. മണ്ഡലകാലം ആരംഭിച്ച് ദിവസങ്ങൾ പിന്നിട്ടിട്ടും എരുമേലിയിൽ ശബരിമല തീർത്ഥാടകരുടെ തിരക്ക് കുറവാണ്. വെർച്വൽ ക്യൂ സംവിധാനം വഴി ബുക്ക് ചെയ്ത ഭക്തരാണ് സന്നിധാനത്തെത്തുന്നതിനാലാണ് എരുമേലിയിലും തിരക്ക് കുറയാൻ കാരണം. എരുമേലിയിലെത്തുന്ന ഭക്തർ ചെറിയ അമ്പലത്തിൽ കയറിയതിനു ശേഷം വാവര് പള്ളിയിൽ കയറി തൊഴുത് പിന്നീട് വലിയ അമ്പലത്തിലും ദർശനം നടത്തിയതിനു ശേഷമാണ് മല കയറുന്നത്. വലിയ അമ്പലത്തിലും ചെറിയ അമ്പലത്തിലും ഭക്തർക്ക് വിരിവെക്കുന്നതിനുള്ള സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ശബരിമല തീർത്ഥാടനം ലക്ഷ്യം വെച്ചുള്ള നിരവധി വിപണികളും എരുമേലിയിൽ സജീവമാണ്. പല നാടുകളിൽ പല ഭാഷകൾ സംസാരിക്കുകയും പല സംസ്കാരങ്ങൾ പിന്തുടരുകയും ചെയ്യുന്ന ഭക്തർ ഒരുമിച്ച് ഒരു മനസ്സായി ഒരേ ശബ്ദത്തിൽ ശരണം വിളിച്ച് പേട്ട തുള്ളിപ്പോകുന്ന കാഴ്ച എരുമേലിയിൽ കാണാം. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. പാലാ കരൂരിൽ പ്രവർത്തിക്കുന്ന മീനച്ചിൽ റബ്ബർ ഫാക്ടറിക്കെതിരെ പ്രതിഷേധം. ഫാക്ടറിയിലെ മലിനജലം ജനവാസ കേന്ദ്രത്തിലേക്ക് ഒഴുക്കുന്നുവെന്ന് നാട്ടുകാർ. പ്രദേശത്ത് ദുർഗന്ധവും രൂക്ഷം. പാലാ കരൂരിൽ പ്രവർത്തിക്കുന്ന മീനച്ചിൽ റബ്ബർ ഫാക്ടറിക്കെതിരെ പ്രതിഷേധവുമായി നാട്ടുകാർ. ഇവിടെ നിന്നും മലിനജലം പുറത്തേക്ക് ഒഴുക്കുന്നുവെന്നാണ് നാട്ടുകാരുടെ പരാതി. കൂടാതെ ഈ പ്രദേശത്ത് രൂക്ഷമായ ദുർഗന്ധവുമുണ്ട്. വർഷങ്ങളായി സാമ്പത്തിക ബാധ്യതയെ തുടർന്ന് അടഞ്ഞുകിടക്കുന്ന ഫാക്ടറി 6 മാസം മുമ്പാണ് ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന കമ്പനി വാടകയ്ക്ക് എടുത്തത്. ഏതാനും മാസങ്ങളായി ഇവിടെ പ്രവർത്തനം നടന്നു വരികയായിരുന്നു. പൂർണ്ണമായും അന്യസംസ്ഥാന തൊഴിലാളികളാണ് ഇവിടെ ജോലി ചെയ്യുന്നത്. 4 ശുദ്ധീകരണ പ്ലാന്റുകളുള്ള ഇവിടെ ഒരെണ്ണം മാത്രമാണ് പ്രവർത്തിക്കുന്നത്. കൂടുതലായി വരുന്ന അമോണിയ അടങ്ങിയ മലിനജലം പുറത്തേക്ക് ഒഴുക്കുന്നത് മൂലം സമീപവാസികൾക്ക് ശ്വാസമുട്ടലും ബോധക്ഷയവും ഉണ്ടാകുന്നതായി നാട്ടുകാർ പറഞ്ഞു. ഈ റബ്ബർ ഫാക്ടറി കഴിഞ്ഞ കുറച്ച് നാളുകളായി പ്രവർത്തനം ആരംഭിച്ചതിൻ്റെ ഭാഗമായിട്ട് വലിയ രീതിയിലുള്ള അമോണിയത്തിൻ്റെ പ്രശ്നം ഈ പ്രദേശത്ത് നാട്ടുകാർക്കാകെ ശ്വാസം മുട്ടലും മറ്റു രോഗങ്ങളും ഉണ്ടാകുന്ന സാഹചര്യത്തിൽ ഇവിടുത്തെ നാട്ടുകാരാകെ പ്രതിഷേധം എന്ന നിലയിൽ ഇതിൻ്റെ മാനേജരും മറ്റു ആളുകളുമായി സംസാരിച്ചുകൊണ്ട് തൽക്കാലം ഇത് നിർത്തിവെക്കാം. അതുകൊണ്ട് ഈ പല ആളുകൾക്കും വലിയ രീതിയിലുള്ള രോഗങ്ങൾ, ശ്വാസം മുട്ടലടക്കമുള്ള പ്രായമായ ആളുകൾ, കുട്ടികൾ ഉൾപ്പെടെയുള്ള രാത്രി കാലങ്ങളിൽ മഴയും മറ്റു കാര്യങ്ങൾ വരുമ്പം ബോധപൂർവമായി ഇവിടുത്തെ മാനേജ്മെൻറ്റ് ഇത് തുറന്നു വിടുകയും ഇവിടുത്തെ വേസ്റ്റ് വെള്ളം ഇവിടുത്തെ കണ്ടത്തിലേക്ക് ഒഴുക്കുന്ന സ്ഥിതിയാണ് ഉണ്ടാകുന്നത്. അതിനെതിരെ നാട്ടുകാരുടെ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ്. രാവിലെ പ്രതിഷേധവുമായി എത്തിയ നാട്ടുകാർ ഫാക്ടറി പൂട്ടിച്ചു. മാലിന്യ പ്രശ്നം പരിഹരിക്കാതെ തുറക്കാൻ അനുവദിക്കില്ല എന്ന നിലപാടിലാണ് പ്രദേശവാസികൾ. ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ ആന്റിബയോട്ടിക്കുകളുടെ അമിതമായ ഉപയോഗം ഉയർത്തുന്ന ഭീഷണികളെക്കുറിച്ച് ബോധവൽക്കരണ വാരാചരണം തുടങ്ങി. പരിപാടിയുടെ ജില്ലാതല ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KV ബിന്ദു നിർവഹിച്ചു. ആന്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം മൂലം രോഗാണുക്കൾക്കെതിരെ ആന്റിബയോട്ടിക്കുകൾ ഫലിക്കാതെ വരുന്ന അവസ്ഥ തടയുകയാണ് ക്യാമ്പയിന്റെ ലക്ഷ്യം. ആന്റിബയോട്ടിക്കുകളുടെ ദുരുപയോഗം തടയാൻ കുടുംബശ്രീ വഴി ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കാൻ വേണ്ടി കുടുംബശ്രീ ചെയർപേഴ്സൺമാർക്കാണ് ബോധവൽക്കരണം നടത്തിയത്. ഡോക്ടറുടെ കുറിപ്പടിയില്ലാതെ ആന്റിബയോട്ടിക്കുകൾ വാങ്ങിക്കഴിക്കുക, ആന്റിബയോട്ടിക്കുകൾ പുറത്ത് വലിച്ചെറിയുക, മൃഗങ്ങൾക്ക് അമിതമായി ആന്റിബയോട്ടിക് നൽകുക എന്നിവ തടയുക വഴി ഗുരുതരാവസ്ഥ ഒഴിവാക്കാനാണ് പദ്ധതി. കോട്ടയം ജനറൽ ആശുപത്രിയിൽ
നടന്ന ജില്ലാതല ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KV ബിന്ദു നിർവഹിച്ചു. മനുഷ്യരുടെ കാര്യം മാത്രമല്ല, ഏകാരോഗ്യം എന്ന ലക്ഷ്യത്തിലോട്ട് നമ്മൾ പോകണമെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ള എല്ലാ ജീവജാലങ്ങളെക്കുറിച്ചും നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അപ്പം മൃഗങ്ങളുടെ അസുഖങ്ങളെ സംബന്ധിച്ച് മൃഗങ്ങൾക്ക് കൊടുക്കുന്ന ആൻറ്റിബയോട്ടിക് ഉൾപ്പെടെ അതും ഒക്കെ ഈ പറഞ്ഞതുപോലെ ഡോക്ടറുടെ ഒരു നിർദ്ദേശമില്ലാതെയൊക്കെ കൊടുക്കുന്നത് കൊണ്ട് മൃഗങ്ങൾക്ക് എന്തെങ്കിലും ഒരു അസുഖം ബാധിച്ചാൽ അത് നമുക്ക് മനുഷ്യരിലേക്കും ആ അസുഖം ബാധിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് മനുഷ്യരുടെ മാത്രം ആരോഗ്യമല്ല നമ്മളുടെ ലക്ഷ്യം. നമ്മളുടെ ചുറ്റുമുള്ള എല്ലാ ജീവജാലങ്ങളുടെയും ആരോഗ്യം പ്രാധാന്യം കൊടുത്തുകൊണ്ട് വേണം നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി. നവംബർ 19 ADS അംഗങ്ങൾക്കും 21 ആരോഗ്യ പ്രവർത്തകർക്കും 25 മുതൽ 30 വരെ സ്കൂൾ തലത്തിലും ബോധവൽക്കരണ പരിപാടികൾ നടത്തും. ആന്റിബയോട്ടിക്കുകൾ അനാവശ്യമായ ഉപയോഗം ഗുരുതര രോഗാവസ്ഥ ഉണ്ടാക്കുമെന്നും ഓരോരുത്തരും ഇക്കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നും AMR നോഡൽ ഓഫീസർ ഡോക്ടർ വിനോദ് P പറഞ്ഞു. ആന്റിബയോട്ടിക്കുകൾ സൂക്ഷിക്കാനുള്ള ബ്ലൂ കവർ പ്രകാശനവും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് നിർവഹിച്ചു. RMO ഡോക്ടർ ആഷ ബ്ലൂ കവറുകൾ ഏറ്റുവാങ്ങി. ഡെപ്യൂട്ടി DMO PN വിദ്യാധരൻ അധ്യക്ഷനായി. ആരോഗ്യ കേരളം ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ വ്യാസ് സുകുമാരൻ, കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ അഭിലാഷ് ദിവാകർ, ഡെപ്യൂട്ടി ജില്ലാ മാസ് മീഡിയ ഓഫീസർ CJ ജെയിംസ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കോട്ടയം മെഡിക്കൽ കോളേജിൽ അടുത്തിടെ പണി കഴിപ്പിച്ച ഭൂഗർഭപാത വേണ്ടത്ര പ്രയോജനം ചെയ്യുന്നില്ലെന്ന് ആക്ഷേപം. നിലവിൽ ഭൂഗർഭപാത നിർമ്മിച്ചിരിക്കുന്നത് ആശുപത്രിയിലെ OP ബ്ലോക്കിന് സമീപം വരെയാണ്. 1,30,00,000 രൂപയാണ് നിർമ്മാണ ചെലവ്. കോട്ടയം മെഡിക്കൽ കോളേജിൽ അടുത്തിടെ പണി കഴിപ്പിച്ച ഭൂഗർഭപാത വേണ്ടത്ര പ്രയോജനം ചെയ്യുന്നില്ലെന്ന് ആക്ഷേപം ഉയരുന്നു. നിലവിൽ ഭൂഗർഭപാത നിർമ്മിച്ചിരിക്കുന്നത് OP ബ്ലോക്ക് വരെയാണ്. എന്നാൽ ആശുപത്രിയിലെത്തുന്ന അധികം പേരും ഇപ്പോഴും കാഷ്വാലിറ്റിയിലേക്കും മറ്റ് ഭാഗങ്ങളിലേക്കും പോകുന്നത് റോഡ് മുറിച്ചു കടന്നു തന്നെയാണ്. മെഡിക്കൽ കോളേജ് ബസ് സ്റ്റാൻഡ് കവാടത്തിൽ നിന്നും അധികമാരും ശ്രദ്ധിക്കാത്ത വിധത്തിൽ ഒരു ചെറിയ നടപ്പാത മാത്രമാണ് ഭൂഗർഭപാതയിലേക്ക് ഉള്ളത്. ഇത് അറിയാതെ വരുന്നവർ പഴയതുപോലെ റോഡ് മുറിച്ചു കടക്കേണ്ടി വരുന്നു. കൂടാതെ OP ഭാഗത്തു നിന്നും കാഷ്വാലിറ്റി ഇവിടെ നിന്നും പോകാൻ മാർഗമില്ലാത്തതും ഈ വഴി ആശുപത്രിയിൽ എത്തുന്നവരെ വലയ്ക്കുന്നുണ്ട്. 1,30,00,000 രൂപ മുടക്കി 18.57 മീറ്റർ നീളത്തിലാണ് അടിപ്പാതയുടെ നിർമ്മാണം. മന്ത്രി VN വാസവന്റെ നിർദ്ദേശപ്രകാരം PWDയുടെ നേതൃത്വത്തിൽ പാലത്ര കൺസ്ട്രക്ഷൻസ് ആണ് ഭൂഗർഭപാതയുടെ നിർമ്മാണം പൂർത്തീകരിച്ചത്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പാലാ കരൂർ പ്രൈമറി ഹെൽത്ത് സെന്റർ ഫാമിലി ഹെൽത്ത് സെന്ററായി അപ്ഗ്രേഡ് ചെയ്യുന്നു. 1,30,00,000 രൂപ മുടക്കിയാണ് നിർമ്മാണം. 1974 മുതൽ PHC ആയി പ്രവർത്തിക്കുന്ന ഇവിടെ HSC ആക്കുന്നതോടെ 3 ഡോക്ടർമാരുടെ സേവനം ലഭ്യമാക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് അനസ്യ രാമൻ അറിയിച്ചു. കരൂർ പഞ്ചായത്തിൽ 2021 ഡിസംബറിൽ പുതിയ ഭരണസമിതി ചുമതലയേറ്റതിനു ശേഷം അന്ത്യാളത്തുള്ള ഹെൽത്ത് സെന്ററിന്റെ പരിമിതികൾ പരിഹരിക്കുന്നതിനുള്ള ആവശ്യമായിരുന്നു ഭരണസമിതി ഏറ്റെടുത്ത ഏറ്റവും വലിയ ഉത്തരവാദിത്വം. രോഗികളുടെ പ്രധാന ആവശ്യം ഹോസ്പിറ്റലിലേക്കുള്ള വഴിയുടെ കാര്യമായിരുന്നു. ഇതിന് പരിഹാരമായി പുതിയ വഴി നീളം കൂട്ടി കയറ്റം കുറിച്ചു വിട്ടുകയും ജോസ് കെ മാണി MPയുടെ ഫണ്ടിൽ നിന്ന് ലഭിച്ച 6 ലക്ഷം രൂപ വിനിയോഗിച്ച് 5.5 മീറ്റർ വീതിയിൽ 50 മീറ്റർ നീളത്തിൽ പുതിയ റോഡ് കോൺക്രീറ്റ് ചെയ്യുകയും ചെയ്തു. ത്രിതല പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് പുതിയ കോമ്പൗണ്ട് വാളും 6 മീറ്റർ ഗേറ്റിന്റെയും പണി പുരോഗമിക്കുകയാണ്. നിലവിലുള്ള പബ്ലിക് ഹെൽത്ത് സെന്റർ സെക്ഷൻ ബിൽഡിംഗിന്റെ റൂഫിംഗ് മാറ്റുവാൻ പഞ്ചായത്ത് പ്രൊജക്ട് വെച്ചിട്ടുണ്ട്. 20 ലക്ഷം രൂപ ജില്ലാ പഞ്ചായത്ത് മെമ്പർ രാജേഷ് ഫാലിപ്ലാക്കൻ അനുവദിച്ചതും ഡിവിഷൻ ബ്ലോക്ക് മെമ്പർ ലസമ്മ ബോസ് അനുവദിച്ച 3 ലക്ഷം രൂപയും ത്രിതല പഞ്ചായത്ത് വിഹിതവും ഇതിനായി വിനിയോഗിക്കും. 8000 സ്ക്വയർ ഫീറ്റിന്റെ ബിൽഡിംഗ് ആണ് പണി പൂർത്തിയാവുന്നത്. 2 നിലകളിലായി പൂർത്തിയാവുന്ന കെട്ടിടത്തിന്റെ താഴത്തെ നില വാക്സിനേഷൻ പോലെയുള്ള പരിപാടികൾക്കായി വിനിയോഗിക്കും. മുകളിലത്തെ നിലയിൽ 3 ഡോക്ടർമാരുടെ OP വിഭാഗവും പ്രവർത്തിക്കും. ഇതോടൊപ്പം മെയിൻ സബ് സെന്ററിന്റെ പണി പുരോഗമിക്കുന്നുണ്ട്. കുട്ടികളുടെ ചികിത്സയ്ക്കായി ബന്ധപ്പെട്ട വാക്സിനേഷൻ പോലെയുള്ള ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നതിന് വേണ്ടിയാണിത്. 54 ലക്ഷം രൂപയുടെ പ്രൊജക്റ്റാണിത്. നാഷണൽ ഹെൽത്ത് മിഷന്റെ ഫണ്ട് ഉപയോഗിച്ചാണ് പണി പൂർത്തീകരിക്കുന്നത്. ഈ ഭരണസമിതിയുടെ കാലാവധി കഴിയുന്നതിന് മുമ്പ് പണി പൂർത്തീകരിച്ച് പ്രൈമറി ഹെൽത്ത് സെന്ററിനെ ഫാമിലി ഹെൽത്ത് സെന്ററായി ഉയർത്താൻ കഴിയുമെന്ന് വാർഡ് മെമ്പർ ലിൻഡൺ പറഞ്ഞു. മാലിന്യമുക്തം നവകേരള ക്യാമ്പയിന്റെ ഭാഗമായി കിടങ്ങൂർ പഞ്ചായത്തിൽ കുട്ടികളുടെ ഹരിതസഭ നടത്തി. ചേർപ്പുങ്കൽ ഹോളി ക്രോസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പരിപാടി കിടങ്ങൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തോമസ് മാളിയക്കൽ ഉദ്ഘാടനം ചെയ്തു. കുട്ടികൾക്ക് നവ്യാനുഭവമായി ഹരിതസഭ. കിടങ്ങൂർ മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായി കിടങ്ങൂർ പഞ്ചായത്തിൽ നടത്തിയ ഹരിതസഭ കുട്ടികൾക്ക് നവ്യാനുഭവമായി. ചേർപ്പുങ്കൽ ഹോളി ക്രോസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഹാളിൽ നടന്ന കുട്ടികളുടെ ഹരിതസഭ കിടങ്ങൂർ പഞ്ചായത്ത് പ്രസിഡന്റ് തോമസ് മാളിയക്കൽ ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ ഒന്നിനൊന്നിനും മെച്ചപ്പെട്ട രീതിയിൽ പ്രാദേശിക ഭരണസമിതിയായിട്ടുള്ള പഞ്ചായത്തും അതാത് സ്കൂൾ മാനേജ്മെന്റും എല്ലാം പരമാവധി മെച്ചപ്പെട്ട രീതിയിൽ ചെയ്യുന്നുണ്ടെങ്കിലും നമുക്കൊരു ഫലപ്രദമായ രീതിയിൽ പ്രതീക്ഷിക്കുന്നതൊക്കെ അനുസരിച്ച് മുന്നോട്ട് പോകാൻ പറ്റിയിട്ടില്ല. അപ്പം അത്
കരസ്ഥമാക്കണമെങ്കിൽ ആ പൂർത്തീകരണത്തിന് മുൻകൈയെടുത്ത് മുമ്പോട്ട് വരും തലമുറയ്ക്ക് ഭാവിക്ക് വേണ്ടി നിൽക്കേണ്ടത് നമ്മുടെ ഈ കൊച്ചുമക്കളാണ്. നമ്മുടെ പ്രിയപ്പെട്ട സമ്പത്തായിട്ടുള്ള മക്കള് വരും തലമുറ പരിരക്ഷിക്കേണ്ട ഒരു ഉത്തരവാദിത്വം ഇവരിൽ അർപ്പിതമാണ്. ഇവര് പൗരന്മാരായി സമൂഹത്തിന് മെച്ചപ്പെട്ട രീതിയിൽ സേവനം അനുഷ്ഠിക്കുന്നതോടൊപ്പം ഉയർന്ന വിദ്യാഭ്യാസം ലഭിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ ഈ പറഞ്ഞ മാലിന്യമുക്ത കേരളത്തിന് മുൻകൈയെടുക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്വമായിട്ട് മാറും. ഹോളി ക്രോസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS വോളണ്ടിയർ ശ്രീലക്ഷ്മി അധ്യക്ഷയായിരുന്നു. കിടങ്ങൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രശ്മി രാജേഷ് സ്വാഗതവും ഹോളി ക്രോസ് ഹയർ സെക്കൻഡറി സ്കൂൾ NSS പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ സിന്ധു റാണി നന്ദിയും പറഞ്ഞു. ഹോളി ക്രോസ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ സോമി മാത്യു മുഖ്യപ്രഭാഷണം നടത്തി. വിവിധ സ്കൂളുകളിലെ കുട്ടികൾ അവതരിപ്പിച്ച റിപ്പോർട്ടുകൾക്ക് കിടങ്ങൂർ ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ബോബി മാത്യു കീക്കോലിൽ മറുപടി പറഞ്ഞു. പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി മിനിജ പി തോമസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സനൽകുമാർ, ശുചിത്വ മിഷൻ പാമ്പാടി ബ്ലോക്ക് റിസോഴ്സ് പേഴ്സൺ ഹരികുമാർ മറ്റക്കര, ഹോളി ക്രോസ് ഹൈസ്കൂൾ ഹെഡ്മാസ്റ്റർ ഷാജി ജോസഫ് തുടങ്ങിയവർ പ്രസംഗിച്ചു. പഞ്ചായത്ത് ജനപ്രതിനിധികൾ കുട്ടികൾക്ക് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. പരിപാടിയുടെ ഭാഗമായി ചേർപ്പുങ്കൽ ഹോളി ക്രോസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിച്ച ഫ്ലാഷ് മോബ് ശ്രദ്ധേയമായി. ന്യൂസ് ബ്യൂറോ, പാലാ. മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ 107ാമത് ജന്മവാർഷിക ദിനത്തിൽ കോൺഗ്രസ് ചിറക്കടവ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പൊൻകുന്നം ടൗണിൽ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചനയും തുടർന്ന് അനുസ്മരണ സമ്മേളനവും നടത്തി. മണ്ഡലം പ്രസിഡന്റ് സേവ്യർ മൂലകുന്നിന്റെ അധ്യക്ഷതയിൽ സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ P. സതീഷ് ചന്ദ്രൻ നായർ ഉദ്ഘാടനം ചെയ്തു. ചിറക്കടവ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് അഭിലാഷ് ചന്ദ്രൻ, TP രവീന്ദ്രൻ പിള്ള, CG രാജൻ തുടങ്ങിയവർ പങ്കെടുത്തു. അറിയിപ്പ്. വൈക്കം കല്ലറ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ ഫാർമസിസ്റ്റിനെ നിയമിക്കുന്നു. ആഴ്ചയിൽ 2 ദിവസം എന്ന രീതിയിൽ 1 മാസം പരമാവധി 10 ദിവസത്തേക്കാണ് നിയമനം. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ നിന്ന് ഫാർമസിസ്റ്റിനെ നിയമിക്കുന്നത് വരെയോ 2025 മാർച്ച് 31 വരെയോ നിയമനത്തിന് കാലാവധി ഉണ്ടാകും. യോഗ്യത D.Pharm അല്ലെങ്കിൽ B.Pharm, കേരള സ്റ്റേറ്റ് ഫാർമസി കൗൺസിൽ രജിസ്ട്രേഷൻ, പ്രായം 18-നും 45-നും ഇടയിൽ. താല്പര്യമുള്ളവർ നവംബർ 29 രാവിലെ 10:30 കല്ലറ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ അസൽ രേഖകളുമായി അഭിമുഖത്തിന് ഹാജരാകണം. മുണ്ടക്കയം ചെക്ക് ഡാമിൽ അടിഞ്ഞുകൂടിയ 13,500 ക്യൂമീറ്റർ എക്കലും ചെളിയും കലർന്ന മിശ്രിതം നവംബർ 27 പരസ്യമായി ലേലം ചെയ്യും. രാവിലെ 11 മുണ്ടക്കയം ചെക്ക് ഡാമിന് സമീപമാണ് ലേലം നടക്കുക. വിശദവിവരം ജലസേചന വകുപ്പ് പത്തനംതിട്ട ചെറുകിട ജലസേചന വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഓഫീസിൽ ലഭിക്കും. കോട്ടയം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ഫിസിയോതെറാപ്പി കോളേജ് ലാബിലേക്ക് അൾട്രാസൗണ്ട് മെഷീൻ, വാക്സ് ബാത്ത് വിത്ത് അക്സസറീസ്, നോൺ സ്റ്റിക് വേർഷൻ, ക്വാഡ്രിസെപ്സ് ടേബിൾ എന്നിവ വാങ്ങുന്നതിന് കൊട്ടേഷൻ ക്ഷണിച്ചു. നവംബർ 29 ഉച്ചയ്ക്ക് 12 വരെ കൊട്ടേഷൻ നൽകും. അന്നേ ദിവസം ഉച്ചകഴിഞ്ഞ് 2 കൊട്ടേഷൻ തുറക്കും. വിവരങ്ങൾക്ക് ഫോൺ 0481-2597-284. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ശബരിമലയിൽ ഭക്തജന തിരക്ക്, വെർച്വൽ ക്യൂ സംവിധാനം കാര്യക്ഷമം, എരുമേലിയിലും ഒരുക്കങ്ങൾ പൂർണ്ണം. പാലാ കരൂരിൽ മീനച്ചിൽ റബ്ബർ ഫാക്ടറിക്കെതിരെ പ്രതിഷേധം. പ്രദേശത്ത് ദുർഗന്ധം രൂക്ഷം, മലിനജലം ഒഴുക്കുന്നത് ജനവാസ മേഖലയിലേക്ക്. ആന്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം ആരോഗ്യത്തിന് ഭീഷണിയെന്ന് ആരോഗ്യവകുപ്പ്. ബോധവൽക്കരണ വാരാചരണത്തിന് കോട്ടയത്ത് തുടക്കം. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.